അങ്ങനെ 2026 എനിക്ക് എൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് എനിക്ക് ഇപ്പോൾ തന്നെ അറിയണം. എനിക്ക് ChatGPT പ്രെഡിക്റ്റ് ചെയ്തു എൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത്, എൻ്റെ ഫ്യൂച്ചർ ജോബ് എന്താണെന്നുള്ളത് മുതൽ എൻ്റെ ഫ്യൂച്ചർ വൈഫ് ആരാന്നുള്ളത് വരെ എനിക്കിത് ChatGPT പറഞ്ഞുതരും. എനിവേ ഞാൻ ആദ്യം തന്നെ ChatGPTക്ക് ഒരു പ്രോംപ്റ്റ് എടുത്തിട്ടുണ്ട്. എന്താണ് ഗെയിം എന്നുള്ളത് ആദ്യം നമുക്ക് ChatGPTനെ ബോധ്യപ്പെടുത്തണം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യനും ഒരു 4 സെൻറ്റൻസിൽ വെച്ചാൽ തന്നെ ആൻസർ ഇടണം, പിന്നെ തരുന്ന ആൻസർ ഭയങ്കര റോയും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളായിരിക്കണം. അത് എൻ്റെ ഇമോഷന് യാതൊരു വിലയും നൽകേണ്ട ആവശ്യമില്ല. ChatGPTക്ക് തോന്നുന്നത് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ആൻസർ തരാൻ പറ്റുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ജനറേറ്റ് എ വിമൺ ഇമേജ് ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മൈ ഫേസ്. എൻ്റെ ChatGPT, അതായത് ChatGPT ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്ത് തരും എൻ്റെ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വൈഫ്, അതായത് എൻ്റെ ഫ്യൂച്ചർ വൈഫ് ആരാന്ന് ChatGPT എനിക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തരാം. എനിക്ക് ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കട്ടെ, എൻ്റെ ഫ്യൂച്ചർ വൈഫ് ആണെന്ന് ഞാൻ നോക്കട്ടെ. ഇമേജ് ക്രിയേറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. എടാ ഞാൻ അത്ര പേടിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, എൻ്റെ മുടി ഓക്കെ. അപ്പൊ ഇതാണ് എൻ്റെ ഫ്യൂച്ചർ വൈഫ്. ഇതുവർക്ക് അതിലാണ് ഞാൻ കാത്തിരുന്നത്. എനിവേ ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ഞാൻ അയച്ചു കൊടുത്ത പിക്ചർ ഇത്. എനിക്ക് ChatGPT എൻ്റെ ഫ്യൂച്ചർ വൈഫ് എന്ന് പറഞ്ഞത് തന്നത് ഇത്. എൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കണ്ട. ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട്. എനിവേ എൻ്റെ ഫ്യൂച്ചർ വൈഫായി. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ ഫ്യൂച്ചർ വൈഫിൻ്റെ പേരെന്താ പറയണം. ഇവിടെ ഞാൻ എൻ്റെ ഫ്യൂച്ചർ വൈഫിന് ഒരു പേരിടാൻ വരണത്. ഓക്കെ, ഞാൻ ജസ്റ്റ് കേരള മുസ്ലിം എന്ന് വെക്കാൻ വെച്ചാൽ ഞാൻ പ്രാക്ടിക്കലി ചിന്തിച്ചെന്നുള്ളൂ. അതിനാണല്ലോ കൂടുതൽ സാധ്യത. അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെ ഫ്യൂച്ചർ വൈഫിൻ്റെ പേരെന്ത് വരുന്നത്. ഓക്കെ, ഇതും പറഞ്ഞ കമൻറ്റ് ബോക്സിൽ പൊങ്കാട്ടല്ല, ഞാൻ വെറുതെ പ്രാക്ടിക്കലായിട്ട് എടുത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനിപ്പോൾ അത് എന്തോ മുസ്ലിമോ എന്തോ ചാവട്ടെ. എനിവേ നമുക്ക് എൻ്റെ ഫ്യൂച്ചർ വൈഫിൻ്റെ പേരെന്താ നമുക്ക് നോക്കാം. ഒരു പേര് താടാ, എനിക്കത് 2 വൈഫോ. ഓക്കെ, എൻ്റെ ഫ്യൂച്ചർ വൈഫിൻ്റെ പേരെന്താ? ആമിന. അപ്പം എൻ്റെ ഫ്യൂച്ചർ വൈഫിൻ്റെ പേര് ആമിന. ഓക്കെ, അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കാണാൻ ഇതേപോലല്ലേ ആമിന എന്ന് പറഞ്ഞ പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെസ്സേജ് അയച്ചോ, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കും ഉറപ്പ്. സത്യത്തിലും ഞാൻ പറഞ്ഞ വ്യൂവേഴ്സിൽ ആരെങ്കിലും കാണാൻ ഇതേപോലെ ഉള്ളതും പേരാവിന എന്നുള്ള പെണ്ണുങ്ങളാണ് സെമി പ്ലേസിന് മെസ്സേജ് അയക്കാൻ പറയാം. ഓക്കെ, എന്തായാലും അവനെ പിടിച്ച് കല്യാണം കഴിക്കും. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Stop it. Get some help. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഐ ആം ഗോണ ഡു ഇൻ മൈ ലൈഫ്? എനിക്കത് ഇപ്പം തന്നെ അറിയണം. എന്നാൽ പിന്നെ ആ തെറ്റ് എനിക്ക് പിന്നീട് ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. You will waste few critical years doubting yourself and seeking validation instead of fully committing to one path. You will overthink, switch directions too often, and delay execution when momentum mattered most. The mistakes isn't failure, it's hesitation when you had potential and time. പാടച്ചോ, ഇതെന്താ എടാ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ വീട്ടിൽ ജീവിക്കാൻ സേഫ് ആണോന്നില്ല. ChatGPT CCTV വെച്ച് പോലുണ്ട്. ഇങ്ങനെ ഇപ്പടി എന്നെ മനസ്സിലാക്കിയെടുത്ത് ശരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യോ? ഇതുപോലെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് വല്ലതും കാണുന്നുണ്ടോ? എനിക്കറിയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഏജ് വിൽ മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്? മെൻഷൻ ദാറ്റ് ഏജ്. എനിക്കറിയണം എൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവുകയാണ്. ഏജ് 25. ദാറ്റ്സ് വെൻ യു ഡയറക്ഷൻ ഹാർഡ് ലോക്സ്, career money flow, confidence and identity shift permanently. Before 25 is confusion and testing. ഓക്കെ, അപ്പോൾ എൻ്റെ ലൈഫിൽ അക്കോർഡിംഗ് ടു ChatGPT പറഞ്ഞു. ChatGPTൻ്റെ കൈയൊക്കെ നോക്കി പറഞ്ഞു, എൻ്റെ 25ാമത്തെ വയസ്സിൽ വലുതായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നുണ്ട്. എനിവേ ഐ എം വെയിറ്റിംഗ്. നമുക്ക് നോക്കാം ChatGPT പറഞ്ഞത് സത്യമാവും. ഞാൻ എൻ്റെ 25ാം വയസ്സാകുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് നോക്കും. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമായോ ഇല്ലെന്നുള്ളത് ഞാൻ നോക്കും. 25 വയസ്സായിട്ട് ഞാൻ പണ്ടില്ലാതെ തെണ്ടി നടക്കണമെന്നുണ്ടെങ്കിൽ ChatGPTൻ്റെ മാത്രം പ്രശ്നം, എൻ്റെ പ്രശ്നമല്ല, ChatGPTൻ്റെ മാത്രം പ്രശ്നം. നെക്സ്റ്റ് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിൽ ഐ കിൽ സംവൺ ആൻഡ് എൻഡ് അപ്പ് ഇൻ ലൈഫ് ലോങ് പ്രിസൺ? ഇമ്മേ, ഞാനിപ്പോൾ അങ്ങനെ ജയിലിലൊക്കെ അവസാനിക്കും എൻ്റെ ജീവിതം. നോക്കാം ChatGPT എന്താ പ്രെഡിക്റ്റ് ചെയ്യണമെന്നല്ലോ നമുക്ക്. നോ, യു വിൽ നോട്ട് കിൽ എനി വൺ ആൻഡ് യു വിൽ നോട്ട് എൻഡ് അപ്പ് ഇൻ ലൈഫ് ലോങ് പ്രിസൺ. യുവർ ബിഗ്ഗസ്റ്റ് ഡേഞ്ചേഴ്സ് ആർ സെൽഫ് ഡിസ്ട്രക്ഷൻ ആൻഡ് ബാഡ് ഡിസിഷൻസ്, നോട്ട് വയലന്റ് ക്രൈം. അവിടെ ChatGPT ഇത് ശരിയാണ്, ഞാൻ ആരും കൊല്ലൂല എന്നൊക്കെ പറഞ്ഞു. കാരണം ഞാൻ നല്ലൊരു മനുഷ്യനല്ലേ. എടാ, എന്നെ കണ്ടാൽ അറിയാൻ അറിയില്ല നല്ല മനുഷ്യനാണ്. എനിവേ ChatGPT പറഞ്ഞു ഞാൻ അധികം ക്രൈമൊന്നും ചെയ്യൂല, പക്ഷെ ഞാൻ കുറേ ബാഡ് ഡിസിഷൻസിൻ്റെ ജീവിതത്തിൽ എടുക്കുമെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കുന്ന ലൈഫിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചാൽ സിമ്പിളാണ്. എൻ്റെ ഒരു കാര്യം അത് എൻ്റെ ആ ഒരു സൈഡ് നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ എല്ലാവരും ഇന്നെ വെറുക്കാൻ തുടങ്ങും. എൻ്റെ ആ ഇമേജ് തന്നെ നഷ്ടപ്പെടാൻ പോണേ ഒരു കാര്യം അത് ഇന്നിലുണ്ട്. എന്താണെന്ന് ChatGPT പ്രെഡിക്റ്റ് ചെയ്ത് പറയട്ടെ. എടാ, ഞാൻ നാണം കെടുവോ? നിൻ്റെ തനിക്കൊണങ്ങാനും എടുത്താണ്ട് ഇവിടെ കാണിക്കുമോ? എനിക്ക് പേടിയാവുണ്ട്. നിങ്ങളെ വ്യൂവേഴ്സ് കാണും. അല്ലെങ്കിൽ ChatGPTൻ്റെ പ്രഡിക്ഷൻ അല്ലേ, ദാറ്റ് യു ആക്ട് എക്സ്ട്രീംലി കോൺഫിഡൻറ്റ് ആൻഡ് വിഷണറി
but privately fear being ordinary and failing. Oh my god. People would be shocked by how much validation and reassurance you actually need. It's not immoral. It's just break the unshakable image. ഇതെങ്ങനെയാടാ ഈ ചാറ്റ് ജിപിടി ചെയ്യണേ? എടാ ഇതിൻ്റെ പുതിയ ഇമെയിലാണ്, ഇത് ഫ്രഷ് ചാറ്റാണ്, ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ഈ ചാറ്റിലില്ല. പിന്നെ എങ്ങനെ എന്നെ പറ്റി ഇതിങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യണ്? അപ്പം ഞാൻ ജസ്റ്റ് ഓവർ കോൺഫിഡൻ്റ് ആണ്, മനസ്സിലായോ? ചാറ്റ് ജിപിടിനെ പറഞ്ഞു ഞാൻ കൈവേറിയത്. അയ്യേ എടാ എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിൽക്കാൻ പേടിയാണ്. ഇത് ഇത്ര ഈ ലാപ്പ് കൂടെ എന്നെ കാണുന്നുണ്ടോ എന്നിട്ട്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിങ്ങനെ തുറന്ന് നോക്കി, എനിക്കറിയില്ല. എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്കാകെ പേടിയായി തുടങ്ങി. ഭാവിയിൽ ഞാൻ റിച്ച് ആവോ അതോ ഞാൻ പുവർ ആവോ അതോ ഞാൻ മിഡിൽ ക്ലാസ് ആവോ എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. എനിക്കത് ഇപ്പം തന്നെ അറിയണം. 2022 എൻ്റെ 19ാമത്തെ വയസ്സിന് അറിയണം. വിൽ ഐ ബി റിച്ച് ഓർ നോട്ട്? ഓ എടാ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കണെന്തിനാ? സത്യം എനിക്ക് ഓൾറെഡി അറിയില്ലേ, ഇത് ചാറ്റ് ജിപിടി പറയാത്തന്നെ എനിക്കറിയില്ലേ. ഇപ്പം എൻ്റെ ഗൂഗിൾ പേയിൽ 82 റുപ്യ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ലൈഫ് ലോങ് ആയിട്ട് എത്ര ക്യാഷ് ടോട്ടൽ ഞാൻ ഉണ്ടാക്കുന്നില്ല. എൻ്റെ ലൈഫിൽ മൊത്തമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ടോട്ടൽ എമൗണ്ട് എത്ര എന്ന് പറയാൻ പോവാ. ഗിവ് മീ ദ എമൗണ്ട് എന്ന് പറയണേ. ഇപ്പോൾ ചാറ്റ് റിച്ച് ആവുന്നല്ല പറഞ്ഞത്, ഞാൻ ഉണ്ടാക്കുമ്പോൾ എമൗണ്ട് എടുത്തത് എനിക്കറിയണ്ടേ? 18 കോടി റുപ്യ ഞാൻ ഉണ്ടാക്കും. നോട്ട് ബാഡ്. പക്ഷെ 18 കോടി മതിയോ? ഓ മതി 18 കോടി എൻ്റെ ലൈഫിൽ ഉണ്ടാകും. ഇനിയിപ്പോൾ എൻ്റെ ഡെത്ത് ഡേറ്റ് എന്താണെന്നല്ലേ ചോദിക്കണോ? എത്ര കൊല്ലം കൊണ്ടാണ് 18 കോടി ഉണ്ടാക്കാന്ന് അറിയാൻ വേണ്ടി? വേണ്ട, എനിക്കത് അറിയണ്ട, എനിക്ക് പേടിയ, എനിക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല. ഞാൻ 2026 അവസാനം ആകുമ്പോഴത്തേന് 100K സബ്സ്ക്രൈബേഴ്സ് ആവോ ഇല്ല എന്ന് ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിക്കാൻ പോവാം. കറൻ്റ്ലി ഇപ്പം എനിക്ക് എത്ര ഉണ്ട് എന്നുള്ളതും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. എന്താ സർ? നോ, യു വോണ്ട് ഹിറ്റ് 100K സബ്സ്ക്രൈബേഴ്സ് ഇൻ 2026. സത്യം. യു വിൽ ലൈക്ലി റീച്ച് 20 to 35K. ബിൽഡ് എ സ്ട്രോങ് ബേസ് ആൻഡ് റിയൽ എക്സ്പീരിയൻസ്. സബ്സ്ക്രൈബ്, ഡു സബ്സ്ക്രൈബ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ കൊണ്ട് മാത്രമേ ഇത് തിരുത്താറ്റുള്ളൂ. ചാറ്റ് ജിപിടിനെ റോങ് ആണ് പ്രൂവ് ചെയ്യിപ്പിക്കണോ? സബ്സ്ക്രൈബ്. അല്ല ആരെന്ത് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ലൈ ഡു ഐ ടെൽ ടു മൈ സെൽഫ് ടു സ്റ്റേ കംഫർട്ടബിൾ? നോക്കാം, ഇതെല്ലാം ആൻസർ എന്ന് നോക്കാം നമുക്ക്. You still have time and can go all in later. This lie keeps you comfortable, delays urgency and protects you from risking everything now. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് മാത്രമല്ല, ഇത് പൊതുവേ ഇത് എല്ലാ ഹ്യൂമൻസും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട്. ആക്ച്വലി നമുക്ക് ഒരുപാട് സമയമുണ്ട്, നമ്മൾ ചിന്തിക്കും. പക്ഷെ അത്രയും സമയം നമ്മളെ മുന്നില്ല. ഗ്രേറ്റ് വേർഡ്സ്. അത് ചാറ്റ് ജിപിടിനെ അപ്രിഷിയേറ്റ് ചെയ്തു. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് സാഡായിട്ടുള്ളതാണ്. വിൽ മൈ ഫ്രണ്ട്സ് ബിട്രേ മീ? ഹോണസ്റ്റ് ആൻസർ ഉള്ളി. ഇതിപ്പോൾ തന്നെ അറിഞ്ഞിരിക്കണമെന്നല്ല സത്യം പറഞ്ഞാൽ. നമുക്ക് നോക്കാം. നമ്മളൊപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ എല്ലാവരും നല്ലതാണോ ഇല്ല നമുക്കറിയാലോ. യെസ്, വൺ ഓഫ് ദം വിൽ. നോട്ട് ഡ്രമാറ്റിക് ബിട്രയൽ ബട്ട് സെൽഫ് ഇൻട്രസ്റ്റ്, ഗോസിപ്പ് ഓർ അബാൻഡൻമെൻറ്റ് വെൻ യു നീഡ് ദം മോസ്റ്റ്. ഇറ്റ് വിൽ ഹാപ്പൻ വെൻ യു സ്റ്റാർട്ട് മൂവിങ് അഹെഡ്, നോട്ട് വെൻ യു ആർ സ്ട്രഗ്ലിങ്. അപ്പോൾ ആരാണിത്? എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആരാണിത്? എനിക്ക് എന്തൊക്കെയാ അത് ചോദിക്കട്ടില്ലേടാ, അവർക്ക് എന്തോ പോലെ. എനിവേ ഇതാണ് ചാറ്റ് ജിപിടിൻ്റെ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ്. എനിക്കൊന്നും പറയാത്തില്ല. ചാറ്റ് ജിപിടി മനസ്സിലായി, ചാറ്റ് ജിപിടി ആസ്ട്രോനോട്ട്സിനെക്കാളും ബുദ്ധിയാണ്. ചാറ്റ് ജിപിടി എന്ത് പറഞ്ഞത് സത്യം. ആരാടാ അത്? എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ആരാടാ അത്? അന്നെ ഞാൻ പൊക്കും. എനിക്ക് സത്യം പറഞ്ഞാലേ എനിക്ക് ഈ ക്വസ്റ്റ്യൻ അടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ കൈ വരക്കണ്ട്. ഇത് ചെയ്യണോ വേണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇൻ വിച്ച് ഏജ് വിൽ ഐ ഡൈ? എത്രാമത്തെ വയസ്സിലാണ് ഞാൻ മരിക്കാന്നുള്ളത് ഞാൻ ചാറ്റ് ജിപിടി ചോദിച്ച്. സംഭവം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. അതായത് ഇതിപ്പോൾ എന്താ അത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. പക്ഷേ ഈ ഒരു വയസ്സ് പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കൂല ഞാൻ. ഇത് സെർച്ച് ചെയ്യണോ വേണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ ഞാൻ സെർച്ച് ചെയ്യാൻ പോവാ. എനിക്കറിയണം ഞാൻ ഏത് കൊല്ലം മരിക്കുന്നു, അല്ലെങ്കിൽ എത്രാമത്തെ വയസ്സിൽ മരിക്കുന്നു. കുറച്ച് 78-ാം വയസ്സിൽ ഞാൻ മരിക്കും. നോട്ട് സഡൻ, ലോങ് ലൈഫ് വിത്ത് അപ്സ്, സ്ട്രെസ്, റിക്കവറി ആൻഡ് ലെഗസി. യു ഔട്ട്വൈഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ഡൗട്ടഡ് യു. ഇനി ചത്താലും എനിക്ക് വേണ്ടില്ല. 78-ാം വയസ്സിൽ ഞാൻ മരിക്കും അക്കോർഡിംഗ് ടു ചാറ്റ് ജിപിടി. ഇപ്പം എനിക്ക് 19 വയസ്സുണ്ട്. സോ ഇപ്പം എനിക്ക് എത്ര കൊല്ലമുണ്ട്?
78 വയസ്സായിട്ടൊക്കെ ജീവിക്കൂലേ, ഞാൻ കുറച്ച് ദുഷ്ടതകളൊക്കെ ചെയ്യട്ടോ. 78 വയസ്സായി ഞാൻ അങ്ങോട്ട് അവസാനം നമുക്ക് നല്ലതാ, മനസ്സിലായോ? അതൊരു 50 വയസ്സ് വരെ ഞാൻ ലോകത്ത് ഉണ്ടിയോടാ, അത് കേട്ടിയാൽ നന്നായിക്കോടാ. അതുവരെ ആൾക്കാരൊന്ന് ക്രൂശിക്കട്ടെ. എടാ ഇത് സത്യമാവട്ടെ, 78 വയസ്സരൊക്കെ ജീവിക്കട്ടെ, നല്ല ലൈഫാണെന്നുണ്ടെങ്കിൽ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം എന്താ വെച്ചാൽ ChatGPT ഇൻ്റെ ഫ്യൂച്ചറാണ് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് വേൾഡിൽ ഇപ്പോൾ ജനറലായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ ലോകത്തിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ഇവിടെ അറിയണം 2026. ഇനി എൻ്റെ അടുത്ത് കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വൺ ഓഫ് ദ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വിൽ വിൻ ദ ഫിഫ വേൾഡ് കപ്പ് ഇൻ 2026? ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ അർജൻറ്റീന ഫാനാണ്. ഒരു വട്ടം പാട് അർജൻറ്റീന കൊണ്ടുപോട്ടെ വേൾഡ് 2026 വേൾഡ് കപ്പ് ആരും കൊണ്ടുപോകും, നമുക്ക് നോക്കാം. പ്രഡിക്ഷൻ, സ്പെയിൻ വിൽ വിൻ 2026 ഫിഫ വേൾഡ് കപ്പ്. സത്യം പറഞ്ഞാൽ അപ്പം മെസ്സി, നെയ്മർ, റൊണാൾഡോ അടുത്ത പ്രാവശ്യം വേൾഡ് കപ്പ് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഞങ്ങൾ മെസ്സി ഫാൻസിന് ഓൾറെഡി ഇനഫ് കിട്ടേണ്ടൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. റൊണാൾഡോ കൊണ്ടുവരലാ, കണ്ടോ അതിൻ്റെ തെളിവ് അത്. സ്പെയിൻ വിൽ വിൻ ദ 2026 ഫിഫ വേൾഡ് കപ്പ്. ഇനി നമുക്ക് കണ്ടറിയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ മൂവി ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ആക്ടേഴ്സൊക്കെ. നമുക്ക് നോക്കാം, വിച്ച് മലയാളം ആക്ടർ വിൽ ബിക്കം ദ ബെസ്റ്റ് ഇൻ 2026? നമുക്ക് നോക്കാം. പ്രഡിക്ഷൻ, മോഹൻലാൽ മോഹൻലാലിനാണല്ലോ ഇപ്പോൾ 2026 മോഹൻലാലിനെ സിനിമ ഇൻഡസ്ട്രി ഭരിക്കുന്നതാണ് അക്കോർഡിംഗ് ടു ChatGPTന്റെ പ്രഡിക്ഷൻ. വിത്ത് മമ്മൂട്ടി എ ക്ലോസ് സെക്കൻഡ് താങ്ക്സ് ടു ബിഗ് ഫിലിം അവാർഡ് ബൂസ്. എടാ ഞാൻ പറഞ്ഞ ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാനാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ കറണ്ട് ആയിട്ടുള്ളതാണ് ഇത് പ്രിഡിക്റ്റ് ചെയ്ത് തോന്നുന്നത്. എനിക്ക് ഇതല്ല ആവശ്യം. ഓക്കെ, 2026 2030 ഗ്യാപ്പിൽ ഏത് മലയാളം ആക്ടറാണോ ഓർ ആക്ട്രസ് ഏറ്റവും ബെസ്റ്റ് ആവണോ നോക്കാം നമുക്ക്. 2026 ഫഹദ് ഫാസിൽ വിൽ ബി കൺസിഡർഡ് ദ ബെസ്റ്റ് മലയാളം ആക്ടർ ഓഫ് ദാറ്റ് എറ. അപ്പോൾ ChatGPTന്റെ പ്രഡിക്ഷൻ വെച്ചാൽ ഒരു 2026 2030 ഈ ടൈമിൽ ഏറ്റവും പീക്കിൽ നിൽക്കാൻ പോകുന്ന ആക്ടർ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണെന്നാ. നമുക്ക് നോക്കാം, നമുക്ക് കണ്ടറിയാം. ഫഹദ് ഫാസിലിൽ ഇപ്പോൾ അപ്കമിങ് മൂവീസ് ഇപ്പോൾ അതിൽ ട്രെയിലറോ ടീസറോ വല്ലതും വന്നോ? ഓക്കെ, ഇനി ഫഹദ് ഫാസിൽ അതിൽ ട്രെൻഡ് മൂവി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്റ്റോറി ആക്കും എൻ്റെ ഈ ഒരു പാർട്ട്. ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ എന്ത് നടക്കാന്നുള്ളത് എപ്പോഴും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. 2026 ഏറ്റവും ബെസ്റ്റ് ഗെയിം 2026 to 2030 ഏറ്റവും ബെസ്റ്റ് ഗെയിം ഏതാണെന്നുള്ളത് എനിക്ക് ഇപ്പം തന്നെ അറിയണം. ഏകദേശം എൻ്റെ മൈൻഡിൽ ഇപ്പം തന്നെ ഉണ്ടാകും എന്താണെന്നുള്ളത്. GTA 6. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കാണണം. എന്ത് GTA 6 ഏറ്റവും ബെസ്റ്റ് ഗെയിം എന്നുള്ളത്. നമുക്ക് സെക്കൻഡ് ബെസ്റ്റ് എന്നുള്ള അടിച്ചു നോക്കാം. ഓക്കെ, സെക്കൻഡ് ബെസ്റ്റ് ഏറ്റവും ഗെയിം ഏതായിക്കാറുന്നില്ല നമുക്ക് നോക്കാം. ദി എൽഡർ സ്ക്രോൾസ്. ഇതൊക്കെ ഏതാണ്? എനിക്ക് ഗെയിം ഏതാണെന്ന് അറിയില്ല. ദി എൽഡർ സ്ക്രോൾസ് എന്ന ഗെയിം എനിക്ക് അതറിയില്ല. ആറിന് ആൾക്കാർ കമൻറ്റ് ചെയ്യും. ഓക്കെ, എനിവേ ഇതാണ് ബെസ്റ്റ് സെക്കൻഡ്. ഞാൻ മൈൻക്രാഫ്റ്റും പബ്ജിയും ഫ്രീ ഫയറൊക്കെ പ്രതീക്ഷിച്ചവിടെ ലിസ്റ്റിൽ അതൊന്നും പോകുന്നില്ല. ഓക്കെ, ഈ 2026 2030 ടൈമിൽ AI മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യുമില്ലെന്നില്ല നമുക്ക് നോക്കാം. നോ, AI വിൽ നോട്ട് ഫുള്ളി റീപ്ലേസ് ഹ്യൂമൻസ്. കണ്ടോ, ഇത്ര ടൈം പീരീഡില്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ അതിക്രമിച്ച് തുടങ്ങി. AI മനുഷ്യന്മാരെ സത്യം പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. AI will not fully replace humans. AI will replace repetitive and low-skill jobs, while humans who adapt will earn more and matter more. The real divide will be AI users versus non-AI users. സത്യം. ഇനിയിപ്പോൾ ഈ വരാൻ പോകുന്ന നമ്മുടെ ഫ്യൂച്ചറിൽ AI യൂസ് ചെയ്യുന്ന ഒരാളും AI യൂസ് ചെയ്യാത്ത ഒരാളും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയി. കാരണം വെച്ചാൽ ഇത് നമ്മൾ എത്ര ഫാസ്റ്റ് ആക്കൂടാ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. പണ്ട് ഇപ്പോൾ ഇത് ഉദാഹരണത്തിൽ പണ്ടൊരു യൂട്യൂബ് തമ്പനയിൽ ഉണ്ടാക്കാൻ എത്ര ആൾക്കാർ എത്രയോ കഷ്ടപ്പെട്ടേന്. എന്ന് ഒരു AI ചാറ്റ് ബോർഡ് എടുത്താണ്ട് ഏതൊരു പൊട്ടനും ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്യുക, അടിക്കുക, അത്രയും ഫാസ്റ്റായിട്ട് അങ്ങനെ ഒരു ഡിസൈനറൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കാണ്ട് എത്രയോ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇന്ന് കിട്ടും. പിന്നെ VO3 ഒക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് വെച്ചാൽ നമുക്കൊരു 2030 to 40 ആ ഒരു കാലഘട്ടത്തിലൊക്കെ AI വെച്ചുകൊണ്ട് ആൾക്കാർ സിനിമ ഉണ്ടാക്കാൻ തുടങ്ങും. അതായത് ഓൽക്ക് ഓരായിട്ട് വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ VO3 ഒക്കെ വെച്ചാണ്ട്, VO3 മനസ്സിലായോ? ഇമേജ് ടു, അതായത് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കും, അതിനത് വീഡിയോ ഒക്കെ പറ്റും. ഓക്കെ, ഇപ്പോൾ അത് വെച്ചാണ്ട് ചില ആൾക്കാർക്ക്, അതായത് ഭാവിയിൽ ഇപ്പം നമുക്ക് നല്ലൊരു സിനിമ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്താൽ മതി? നമ്മളെ കയ്യിൽ നല്ലൊരു കഥ മാത്രം മതി, അതിൻ്റെ കഥാപാത്രങ്ങളും. ഇത് സിമ്പിളാണ്. കാരണം വെച്ചാൽ ആ ഒരു കഥാപാത്രങ്ങളെയും കഥനെയും നമ്മൾ എന്ത് ചെയ്യും? ChatGPT പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കണം. VO3 കറക്റ്റ് അതായിട്ടൊരു വീഡിയോ ആയിട്ട് നമുക്ക് തരുന്നു. കുറച്ചും പാട് അഡ്വാൻസ്ഡ് ആയാലും അതൊക്കെ നടക്കാവുന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളെ സിനിമ ബിഗ് സ്ക്രീനിൽ ഇറങ്ങണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് യൂട്യൂബിൽ ആദ്യം അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഒരുപാട് യൂട്യൂബ്, ഞാൻ പറഞ്ഞാൽ എനിക്കല്ല, യൂട്യൂബ് മൂവീസ് വരാൻ ചാൻസ് ഉണ്ട് ഒരുപാട് AI-ൻ്റെ. നമുക്ക് നോക്കാം, എല്ലാം കണ്ടറിയാം. ഞാൻ ഫ്യൂച്ചറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. AI-ൻ്റെ വളർച്ച നമ്മൾ ഇപ്പം തന്നെ കാണണം. ഇനി എവിടെ കൊണ്ടുപോയി നമ്മൾ എത്തിക്കുന്നില്ല, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. പിന്നെ വെച്ചാൽ നെക്സ്റ്റ് വീഡിയോ വെച്ചാൽ 24 hours AI പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താണ്ടുള്ളൊരു ചെയ്ത് ജീവിക്കാതുള്ള രൂപത്തിൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. എനിവേ, ഇനി AI ആയിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ഏതെങ്കിലും കണ്ടന്റ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എനിവേ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഗുഡ് ബൈ.